Hi friends! So ഇന്ന് ഞാൻ വന്നേക്കുന്ന പ്ലം കേക്കിന്റെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യുന്ന ആ ഒരു വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഓൾറെഡി ഒരു ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതെങ്ങനെയാണ് നമുക്ക് സോക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. 1 month പ്രയർ തന്നെ നമുക്കിത് സോക്ക് ചെയ്ത് വെക്കണം. എന്നാലേ നല്ലോണം ആ റമ്മും വൈനൊക്കെ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് നല്ല സോക്ക് ആയിട്ട് നല്ല ടേസ്റ്റി ആയ ഒരു പ്ലം കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എടുത്തേക്കുന്നത് ഡേറ്റ്സ്, ഇത് അഞ്ചീര, ഇത് ഡ്രൈ ജിഞ്ചർ നമുക്ക് ഇങ്ങനെ കിട്ടും. ജിഞ്ചർ ക്യാൻഡീസ് അതിന് ഞാൻ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് റെസിൻസും പിന്നെ എൻ്റെ കയ്യിലുള്ളത് മിക്സ് ഫ്രൂട്ട്സ്. ഇതെല്ലാ ഫ്രൂട്ട്സിനും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് കിട്ടും. സോ നിങ്ങൾക്ക് അതും മേടിക്കാവുന്നതാണ്. സോ ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ഒരു ബൗളിനകത്ത് ഇടണം. ഇനി ഞാൻ ഇടാൻ പോകുന്ന സ്റ്റാർ റൈസസ് നമുക്ക് ഇടാം. പിന്നെ ഒരു സിനമൺ സ്റ്റിക്കുമാണ് ഞാനിവിടെ ഇടുന്നത്. ഇത്ര ഇട്ടിട്ട് നമുക്ക് ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കണം. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഒരുമിച്ചൊന്ന് മിക്സ് ആക്കി എടുക്കാം. സോ ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു ജാർ എടുക്കണം. ഗ്ലാസ് ജാർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ ഞാനിവിടെ ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ജാറിനകത്ത് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് സോ ഞാനിവിടെ ഒത്തിരി ഹ്യൂജ് ക്വാണ്ടിറ്റി എടുക്കുന്നില്ല. നിങ്ങൾക്ക് എത്ര വേണം അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സാണ് ഇഷ്ടം? ഈവൻ ടൂട്ടി ഫ്രൂട്ടീസും ഇടാം. ഞങ്ങൾക്ക് മോസ്റ്റ്ലി അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി ഇടാത്തത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇടാവുന്നതാണ്. ചെറിയും കൂടെ നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. സോ ഇതിട്ട് നമുക്കൊന്ന് ജസ്റ്റ് എല്ലാ ഫ്രൂട്ട്സും ഒരുമിട്ട് ചെറി ഞാനിപ്പോൾ ഇട്ടുകൊണ്ട് അത് ഏറ്റവും മേലില്ല. സോ ഞാനിപ്പം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ദ മെയിൻ ഫേവറേറ്റ് തീം നമ്മൾ ഒഴിക്കാൻ പോകുന്നത് റം ആൻഡ് വൈൻ. നമുക്ക് ഏതാ ഇഷ്ടമാണെങ്കിൽ ഒഴിക്കാം. മോസ്റ്റ്ലി റം മാത്രം ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈനും യൂസ് ചെയ്യാവുന്നതാണ്. ഇഫ് നിങ്ങൾക്ക് റം വേണ്ടെങ്കിൽ ജസ്റ്റ് വൈനിൽ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. സോ നമുക്കിനി ഇതിനകത്തോട്ട് ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ 3/4 കാണാം. സോ നമുക്ക് റം ഒഴിക്കേണ്ടത് ജസ്റ്റ് ഇതിൻ്റെ ഹാഫ് ഒഴിച്ചാൽ മാത്രം മതി. അതിൽ കൂടുതൽ ഒഴിക്കല്. ഹാഫ് ഒഴിച്ചിട്ട് വേണം നമുക്കിത് സോക്കാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. സോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡാർക്ക് റമ്മ. സോ ഡാർക്ക് റമ്മും വൈനും രണ്ടും ഞാനിപ്പോൾ മിക്സ് ആക്കാൻ പോവാം. സോ ഹാഫ് ആയിട്ട് നമുക്ക് രണ്ടും മിക്സ് ആക്കാം. സോ റമ്മ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇടേണ്ടത് ജിഞ്ചർ വൈനാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ റെഡ് വൈൻ വേണമെങ്കിൽ ഇടാമെന്നാണ്. ജിഞ്ചർ വൈനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ ഇത് ഒരു ഹാഫ് ഫുൾ നടിച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഹാഫ് ആയിരിക്കും എൻ്റെ ലിക്വിഡ് ഉള്ളത്. റമ്മും വൈനിൻ്റെ മിക്സ്ചറാണ്. ഇതിന് നമുക്ക് ടൈറ്റ് ജാറിൽ ക്ലോസ് ചെയ്ത് വെക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന് നമുക്ക് മിക്സ് ആക്കണം ഈ ലിക്കറിൻ്റെ കൂട്ടെല്ലാം കൂടെ. സോ ജസ്റ്റ് ഫിൽറ്റർ ചെയ്ത് ഇതൊന്ന് മിക്സ് ആക്കുക. സോ ഞാനിതിപ്പോൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് മിനിമം 1 month നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നാലേ നല്ലോണം ലിക്വിഡ് റമ്മും വൈനൊക്കെ ഈ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് വരത്തുള്ളൂ. എല്ലാ ദിവസവും ഇപ്പോൾ ഇന്ന് ഞാൻ മിക്സ് ചെയ്തു, നാളെ നമുക്കിത് മിക്സ് ആക്കണം. ബിക്കോസ് ലിക്കർ ഇഫ് നമ്മൾ മിക്സ് ആക്കിയില്ലെങ്കിൽ മേലിത്തെ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ആവാതെ താഴത്തെ ഫ്രൂട്ട്സ് മാത്രം സോക്ക് ആയിരിക്കും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. സോ നമുക്ക് എല്ലാ ദിവസവും ഇതൊന്ന് മിക്സ് ആക്കണം. ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ആക്കിയാൽ മതി. അപ്പം മേലിത്തെ ഡ്രൈ ഫ്രൂട്ട്സ് താഴെ പോയി അങ്ങനെ മിക്സ് ആക്കിയിട്ടുകയും ചെയ്യും. സോ എൻ്റെ ഫസ്റ്റ്
ക്രിസ്മസ് കേക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഷുവറായിട്ട് ഞാൻ ക്രിസ്മസ് ടൈമിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഷുവറായിട്ട് കാണുമോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും എനേബിൾ ചെയ്യണം. എന്നാലേ പുതിയ വീഡിയോസിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പം 1 മന്ത് മുമ്പേ തന്നെ നിങ്ങൾ ഇത് റെഡിയാക്കി വെക്കുക. അപ്പോൾ ക്രിസ്മസിന് വേണ്ടി ഷുവറായിട്ട് നിങ്ങളുടെ ടേസ്റ്റി ആയ ഒരു പ്ലം കേക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.